രാജലക്ഷ്മി പിള്ളை. ഇന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ BPSCൻ്റെ ലെസണിൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്തനിക് ഗ്രൂപ്പിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ബേസ്ഡ് ഓൺ ദ ലാംഗ്വേജസ് എന്നുള്ളതാണ്. അപ്പോൾ എത്ര ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? 3 ലാംഗ്വേജ് ഫോർമുല ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഈ ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ്, അതായത് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സും അതിൻ്റെ കൂടെ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്താണ്? പിന്നെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എത്തനിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇന്ത്യയിലുള്ള എത്ര ഉണ്ടായിരുന്നു, അവരും എത്തനിക് ഗ്രൂപ്പും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ജനാധിപത്യ ഭരണത്തിൽ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺവെർസേഷൻ പറയുക, അല്ലെങ്കിൽ ലാംഗ്വേജിൽ കൂടെയാണല്ലോ നമ്മൾ സംസാരിച്ചിട്ട് ഓരോരുത്തരെ കൺവിൻസ് ചെയ്യുന്നത്. അപ്പൊ ആ ലാംഗ്വേജിന്റെ ബെനിഫിറ്റ്, ലാംഗ്വേജിന്റെ പാണ്ഡിത്യം ഓരോ പാർട്ടിസിപ്പേഷനും, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഓരോ സംസാരത്തിലും, അതായത് എംപവർമെന്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ സംബോധന ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഓരോ മാനിഫെസ്റ്റോയിലുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇലക്ഷൻ ടൈമിൽ ക്യാമ്പസിൽ നമ്മൾ ജനാധിപത്യത്തിനെ പറ്റി ലീഡേഴ്സ് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചാലാണ് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഡൽഹിയിൽ നിന്നിട്ടുള്ള ഒരു നമ്മളുടെ നാഷണൽ ലീഡേഴ്സ് വരാറുണ്ട്, ഇലക്ഷൻ ടൈമിൽ വരാറുണ്ട് ഇവിടെ. പക്ഷെ അവര് സംസാരിക്കുന്നത് ഹിന്ദിയിലാണെങ്കിൽ, നാഷണൽ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് സംസാരിക്കുന്ന ഹിന്ദിയിലാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ അത് തർജിമ ചെയ്യാൻ അടുത്ത ഒരു മലയാളത്തിനെ സംബന്ധിച്ചിടത്താണ് സംസാരിക്കുന്നത്. അപ്പൊ അതായാലും ശരി, ഏത് ലാംഗ്വേജ് ആയാലും ശരി, ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ അല്ല ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്കോ മലയാളത്തിലേക്കോ തെലുങ്കിലേക്കോ ഒരു ട്രാൻസ്ലേഷൻ പേഴ്സൺ, അതായത് 2 ലാംഗ്വേജിനും അറിയുന്ന ഒരാൾ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ജനങ്ങളെ, മാസീവായിട്ടുള്ള ജനങ്ങളെ സംബോധന ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നാഷണൽ ലെവലിലുള്ള പാർട്ടിയുടെ ലീഡേഴ്സ് സംസാരിക്കുന്നത് മെജോറിറ്റി ഹിന്ദിയിലാണ്. അപ്പൊ അവർക്ക് ഒരു തർജ്ജിമ ചെയ്ത് പറഞ്ഞു കൊടുക്കാനും അതിനെ പറ്റിയുള്ള ഒരാൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും കേട്ടിരിക്കുന്ന ആൾക്കാർക്ക്, മാസ്സായിട്ടുള്ള പോപ്പുലേഷന് മനസ്സിലാവില്ല. അവിടെയാണ് നമുക്ക് ലാംഗ്വേജിന്റെ ഫ്ലെയറിനെ പറ്റിയുള്ള അറിവ് കിട്ടുന്നത്. കാരണം എത്രത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്താലയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം ജാതി, മതം, റിലീജിയൻ, അതേമാതിരി തന്നെ റേസ്, അതേമാതിരി തന്നെ കാസ്റ്റ്, ട്രഡീഷൻ, കസ്റ്റംസ്, ഇതൊക്കെ ഒരുപാട് ഒരുപാട് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ. അത്രയും വലിയ കൺട്രിയും അത്രത്തോളം കൂടുതലായിട്ടുള്ള ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്യം, അതായത് ഒരു ജനാധിപത്യത്തിൽ ആൾക്കാരെ സംബോധന ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് നമ്മുടെ പാർട്ടിയിലേക്ക് വോട്ടിംഗ് ചെയ്യിക്കാനുള്ള എഫേർട്ടാണ് ഇലക്ഷൻ ക്യാമ്പയിനിൽ നടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ലാംഗ്വേജിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെയാണ് ഈ ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് അതേമാതിരി അവർക്ക് വേണ്ടി പേട്രണൈസ് ചെയ്ത് കൊടുക്കുകയും ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയും എല്ലാം ഈ ജനാധിപത്യ ഭരണത്തിൽ കൂടെ നമുക്ക് സാധിക്കും. ഇനി ഇതിന്റെ കൂടെ തന്നെ ലിംഗ്വിസ്റ്റിക്സിന്റെ കൂടെ തന്നെ എത്തനിക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. എത്തനിക് ഗ്രൂപ്പ് എന്താന്ന് വെച്ചാൽ രണ്ടിന്റെയും ഐഡന്റിറ്റി വ്യത്യാസമുണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരേ ലാംഗ്വേജ്, കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഒരേ ലാംഗ്വേജ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ പോവുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, മഹാരാഷ്ട്രയിൽ പോവുകയാണെങ്കിൽ അവിടെ മറാത്തിയും ഉണ്ട്, അതേസമയം ഹിന്ദിയും ഉണ്ട്. അപ്പൊ അതേമാതിരി തന്നെ പഞ്ചാബിലും എല്ലാവർക്കും ബേസിക്കലി ഹിന്ദി ലാംഗ്വേജ് ഒരു നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആയതുകൊണ്ടും അതിന്റെ വേരിയേഷൻസ് ആയിട്ടുള്ള പല ലാംഗ്വേജസും സിമിലർ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതും അതേമാതിരി തന്നെ സംസാര ഭാഷയിൽ കൂടെയും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവര്, അതായത് ഒരു ലാംഗ്വേജിനെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുമ്പോഴാണ് അതൊരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ആവുന്നത്. അതേസമയം എത്തനിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ
ഇവിടെ ലാംഗ്വേജിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരേ മാതിരിയുള്ള സിമിലാരിറ്റീസ് ആണ്. എവിടെ സിമിലാരിറ്റീസ് ആണ്? അവരുടെ ജീവിതത്തിൽ, അവരുടെ മതത്തിൽ, അവരുടെ ലാംഗ്വേജിൽ, അവരുടെ കൾച്ചറിൽ, അവരുടെ കസ്റ്റംസിൽ, അവരുടെ ട്രഡീഷൻസിൽ, അതേമാതിരി കാസ്റ്റിലായാലും ശരി, റേസിലായാലും ശരി, ഇക്കോണമിയിലായാലും ശരി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന, ഇവിടെ ഉദ്ദേശിക്കുന്നത് പല വിധത്തിലുള്ള ഒരേ മാതിരത്തെ ഫങ്ഷൻസും ഒരേ മാതിരിയുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്യാണത്തിന്റെ ഒരു കാര്യം, അതിൽ തന്നെ സിമിലാരിറ്റീസ് ഉണ്ടാവും. താലി കെട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മുഖം മൂടി വരിക എന്ന് പറയുന്നത്, അങ്ങനെ പല വിധത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട്. ട്രഡീഷൻസും ഉണ്ട്. ഈ ട്രഡീഷൻ അനുസരിച്ചിട്ട് അങ്ങനെയുള്ള പല വിധത്തിലുള്ള ട്രഡീഷൻസും റേസും കാസ്റ്റും കൾച്ചറൊക്കെ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരെയാണ് നമ്മൾ എത്നിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഇപ്പോ ഈ ലാംഗ്വേജും എത്നിക് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ സിംഗിൾ ഫാക്ടർ, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ സിംഗിൾ ഫാക്ടർ, അതായത് ഭാഷ മാത്രം. അതേസമയം എത്നിക് ഗ്രൂപ്പിൽ ഭാഷയും ബാക്കിയുള്ള മൾട്ടി ലെവലിലുള്ള ഫാക്ടേഴ്സും മാർക്കേഴ്സ് ആയിട്ട് വരുന്നത്. അതാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ട് ബേസിക്കലും രണ്ടിലും ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എത്നിക് ഗ്രൂപ്പിന്റെയും ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിന്റെ വ്യത്യാസങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതേമാതിരി തന്നെയാണ് ഇന്ത്യയിലെ സ്കോളേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേമാതിരി തന്നെ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി കാണാറുണ്ട്. സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ അമേരിക്കനോ അല്ലെങ്കിൽ യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അവര് ബേസിക് ആയിട്ട് ഒരു ലാംഗ്വേജ് പറയുന്നുണ്ട്, IELTS. ആ IELTS പാസ്സായ കുട്ടികൾക്ക് 9 പോയിന്റ്സിന്റെ IELTS പാസ്സായവർക്കാണ് യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. കാരണം അത് ഇംഗ്ലീഷ് ലാംഗ്വേജും മനസ്സിലാക്കാനും റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽസിനെ പറ്റിയുള്ള ഒരു ബ്രിട്ടീഷ് കൗൺസിൽ നടത്തുന്ന പരീക്ഷയാണ് IELTS എന്ന് പറയാം. ഈ IELTS പരീക്ഷ പാസ്സായാലാണ് അവിടെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ. അത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്രയും സ്കോർ വേണമെന്ന് അവർ പറയാറുണ്ട്. ഇവിടെ അതായത് ഞാനിപ്പോ എക്സാമ്പിളായിട്ട് യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതേമാതിരി തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മള് ബേസിസ് എന്താ ബേസിസ് എന്ന് വെച്ചാൽ സിംഗിൾ ഫാക്ടർ ഗ്രൂപ്പിനെ ബേസിസ് ആണെങ്കിൽ, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ വരുമ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മൈഥിലി ഇതൊക്കെ ഒറ്റ സിംഗിൾ ലാംഗ്വേജ് മാർക്കറിൽ വരുന്നതാണ്. അതേമാതിരി കാസ്റ്റിന്റെ ഗ്രൂപ്പ് ഐഡന്റിറ്റി വരുമ്പോൾ ദാലിത്ത്, ഇന്നലെ നമ്മൾ ദാലിത്തിനെ പറ്റി പറഞ്ഞു. ദാലിത്ത്, OBC, ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മിൻ ഓർ രജപുട്ട് ഐഡന്റിറ്റി, ഇതിനെയൊക്കെ ബേസ്ഡ് കാസ്റ്റ് ആണ് സിംഗിൾ ഫാക്ടർ ആയിട്ട് വരുമ്പോൾ, അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ ആയിട്ടുണ്ടെങ്കിൽ കൂടെയും കാസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, കളർ ഉണ്ട്, ഹൈ കാസ്റ്റ് ഉണ്ട്, ലോവർ കാസ്റ്റ് ഉണ്ട്, OBC ഉണ്ട്, ദാലിത്ത് ഉണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ അവരെ എത്നിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നാഗാസ് ഓർ മിസോറം, അവർ ബേസിസ് മാർക്കേഴ്സ് ആയിട്ട് നോക്കുന്നത് കൾച്ചറാണ്. നാഗാലാൻഡിലും മിസോറത്തിലുള്ളവർ നോക്കുന്നത് അവരുടെ സിമിലർ ആയിട്ടുള്ള കൾച്ചറാണ്, സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും, സിമിലർ ആയിട്ടുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും തന്നെയായിരിക്കും. ഇതിനെ എത്നിക് ഐഡന്റിറ്റി, നാഗാസിന്റെ എത്നിക് ഐഡന്റിറ്റി അല്ലെങ്കിൽ മിസോസിന്റെ എത്നിക് ഐഡന്റിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേമാതിരി തന്നെ അമേരിക്കയിലും യൂറോപ്പിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത്രയും വലിയ സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഈ ഗ്രൂപ്പിന്റെ ഫോർമേഷൻസിന് അങ്ങനെ വരുമ്പോൾ അതിനെ എത്നിക് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലാംഗ്വേജിന് ബേസ്ഡ് ആണെന്ന്. അപ്പൊ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അതേമാതിരി യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പോൾ നമ്മള് സംസാരിക്കുന്ന ഭാഷ
എന്നാണ് ലാംഗ്വേജ്. ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ് ആണെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും ഉണ്ട്. മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ആ ഭാഷ ഉപയോഗിക്കുന്നവരെയാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയാം. ഇവിടെ സെവറൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലോ അവിടെ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിന് ഓൾ ഇന്ത്യ ലെവൽ ബേസിസിൽ മെജോറിറ്റീസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ഓരോ സ്റ്റേറ്റിലും എത്രത്തോളം വരുന്നു എന്ന് നോക്കാം. ഇനി ഓരോ സ്റ്റേറ്റ്സിലും അതിൻ്റെതായ ലാംഗ്വേജിന്റെ മെജോറിറ്റി കൊടുത്ത് മൈനോറിറ്റീസും കൊടുത്തിട്ട് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ലെവലില് ഒരു 1 ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ഇന്ത്യയിലുള്ളതില് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മദർ ടങ്, ഡയലോഗ്സ്, അതേമാതിരി ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇതിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മദർ ടങ് എന്ന് പറഞ്ഞാൽ ഒരാള് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിക്കോട്ടെ, അവരുടെ ചെറുപ്പകാലം മുതൽ ചൈൽഡ്ഹുഡ് മുതൽ അവർ സംസാരിക്കുന്ന ഭാഷയും അതിനെയാണ് മദർ ടങ് എന്ന് പറയാ. ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ ആ മദർ ടങ് തന്നെ ഓരോ ഏരിയയിൽ സംസാരിക്കുന്ന ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. കമ്മ്യൂണിറ്റി സംസാരിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും, ഗ്രൂപ്പായിട്ടുള്ളവർ സംസാരിക്കുന്നതിന്റെ വ്യത്യാസം ഉണ്ടാവും, ജോഗ്രഫിക്കൽ ഏരിയയിലെ വ്യത്യാസം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് മലയാളത്തിൽ തന്നെ തൃശ്ശൂർ മലയാളം വ്യത്യാസമുണ്ട്, കോഴിക്കോട് മലയാളം വ്യത്യാസമുണ്ട്, കണ്ണൂർ മലയാളം വ്യത്യാസമുണ്ട്, തിരുവനന്തപുരം വ്യത്യാസമുണ്ട്. അതേമാതിരി ഡയലോഗ് അവരെങ്ങനെയാണോ ആ ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നത് അതും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോ സാധാരണ മിമിക്രിയിലൊക്കെ കാണാറുണ്ട് ഈ ലാംഗ്വേജ് വ്യത്യാസം. ഒരേ ഭാഷയുടെ ഏത് ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ സംസാരിക്കുന്ന വിധത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലയിടത്ത് നീട്ടിപ്പറയും, ചിലയിടത്ത് കുറുക്കി പറയും, ചിലയിടത്ത് പാതി പറയും പാതി പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഈ പേഴ്സൺ തൃശ്ശൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ കാസർഗോഡ് നിന്നാണ്, ഈ പേഴ്സൺ കന്യാകുമാരിയിൽ നിന്നാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുക. ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ്, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ലാംഗ്വേജ്, കേരളത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളം തന്നെയാണ്. എത്ര വ്യത്യാസം ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും എഴുതുന്ന സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം ഒരേമാതിരിക്കും. അപ്പൊ ആ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മളുടെ സർക്കുലറുകൾ, അതായത് ഭാഷയുടെ ഈ കേരളത്തിന്റെ സർക്കുലർ, കേരള ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്കുലർ ഒക്കെ മലയാള ഭാഷയിലായിരിക്കും. അതേമാതിരി കോടതിയിലായാലും ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ലാംഗ്വേജിന് ഒരു റെക്കഗ്നേഷൻ കൊടുക്കുന്നു ഒഫീഷ്യൽ വർക്കിലും. അതേമാതിരി ഇൻസ്ട്രക്ഷൻ, മലയാളം മീഡിയം ഇൻസ്ട്രക്ഷൻ, അതായത് ആ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡ് മലയാളം മീഡിയം. ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പൊളിറ്റിക്സിന് തന്നെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു തരുന്നത്. ഇന്റർനാഷണൽ നമ്മള് ഹിന്ദി ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടിയും എന്തിനാണ് ഇങ്ങനെ ഒരു ഭാഷ മാറ്റി, അതേ സബ്ജക്റ്റ് ഭാഷ മാറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ കൊടുത്തതിന്റെ ഉദ്ദേശം തന്നെ ആ പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ പേപ്പർ നാഷണൽ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നല്ല വിധത്തിൽ മനസ്സിലാക്കണം, വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ഭാഷകളിൽ. ഗുജറാത്തിലായിരിക്കും ഈ ക്ലാസ് എടുക്കുക, തമിഴിലായിരിക്കും ഈ ക്ലാസ് എടുക്കുക, ആന്ധ്രയില് അവരുടെ ഭാഷ തെലുങ്ക് ഭാഷയിലായിരിക്കും ക്ലാസ് എടുക്കുക, കർണാടകയില് അവരുടെ കന്നഡ ഭാഷയിലായിരിക്കും ഈ ക്ലാസ് തന്നെ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ ഇപ്പൊ ഞാൻ ഇതേ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് ഈ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പറയുമ്പോഴാണ് സ്റ്റുഡൻസിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്രമം നടത്തിക്കൊണ്ട് പോകുന്നത്. അതേമാതിരി തന്നെ ഈ ഗ്രൂപ്പിനെ നമ്മൾ ഏത് ഗ്രൂപ്പാണോ സംസാരിക്കുന്നത്, അത് തെലുഗു ആയിരിക്കാം, പഞ്ചാബി ആയിരിക്കാം, കന്നഡ ആയിരിക്കാം, അതിനെ നമ്മൾ ഏത് ലാംഗ്വേജിൽ കൂടെ പഠിക്കാനും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തുടക്കുന്നുണ്ട്. ഇനി ഓൾ ഇന്ത്യ ബേസിസിലാണെങ്കിൽ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സ്ഥലത്തും ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അതായത് ഇന്ത്യയിൽ ഹിന്ദി എന്നുള്ളതിനെയാണ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളത്, സാൻസ്ക്രിറ്റ് അല്ല. അപ്പോ അങ്ങനെ വരുമ്പോ എല്ലാ വർക്കും, ഓഫീസ് വർക്ക്, അതായത് എല്ലാ നോട്ടീസും എല്ലാ പേപ്പർ ഇൻഫർമേഷൻസ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് വരുന്നത് ഹിന്ദിയിലായിരിക്കും. ബിക്കോസ് അത് ഹിന്ദി എന്നുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാലോ നമ്മൾ സാൻസ്ക്രിറ്റ് ആണ് നമ്മളുടെ ലാംഗ്വേജ് എന്ന് പറയാലോ. അപ്പോൾ പക്ഷെ അത് പറ്റില്ല, കാരണം അത് ഹിന്ദിയാണ് കോമൺ ആയിട്ട് ഓൾ ഇന്ത്യ ബേസിസിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസിന്റെ എല്ലാ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസും ഹിന്ദിയിലായിരിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഈ ഹിന്ദിയിലായിരുന്നുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. ഓൾ ഇന്ത്യ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിനെ മാറ്റിയത് കൊണ്ട് ഹിന്ദി എല്ലാവരും പഠിക്കുന്നുണ്ട്, ഹിന്ദിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് ഒഫീഷ്യലി അത് മനസ്സിലാകുന്നു എന്ന അർത്ഥം. ഇനി ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേരളത്തില് മലയാളമാണ് അവരുടെ ലാംഗ്വേജ്, തമിഴ്നാട്ടില് തമിഴായിരിക്കും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതേമാതിരി ആന്ധ്രയില് തെലുഗു ആയിരിക്കും. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഒഫീഷ്യൽ ലാംഗ്വേജും ഉണ്ടാവും. ഇതിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ, കാരണം ഇത് നമുക്ക് ലാംഗ്വേജും അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി നമ്മളുടെ ഭരണഘടനയിൽ, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൽ ആ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. അത് മാത്രമല്ല അവർക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയാണ് അത് രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുക എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അപ്പൊ ഈ സർവേയിൽ കൂടെ ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ കൊളോണിയൽ ടൈമിൽ 1903 മുതൽ 23 വരെ ഈ റിപ്പോർട്ട്സ് ഒക്കെ വന്നത് 12 വോള്യത്തിൽ വരുന്നുണ്ട്. ആ 12 വോള്യത്തിൽ കൂടെ വരുമ്പോൾ അതിന്റെ പേര് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്നാണ്. ഈ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയില് ഐഡന്റിഫൈ ചെയ്യുന്നത് 179 ലാംഗ്വേജ് ആണ്. ഇന്ത്യയില് 179 ലാംഗ്വേജ് ഉണ്ട്. കൂടാതെ 544 ഡയലക്ട്സ് ഉണ്ട്. ഇന്ത്യയില് സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ കേരള സ്റ്റേറ്റ് വളരെ ചെറിയ സ്റ്റേറ്റ് ആണ്, അവിടെ തന്നെ ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതത്തിന്റെ വലിയ ഒരു രാജ്യത്ത് 179 ലാംഗ്വേജ് ഉള്ള സ്ഥലത്ത് എത്രത്തോളം വ്യത്യാസങ്ങൾ കാണാൻ പറ്റും സംസാര ഭാഷയിലും യൂസേജിലും. അതുണ്ടെന്ന് അർത്ഥം. അപ്പൊ ആശാ സാരംഗിന്റെ സർവേയിൽ കൂടെ നമ്മൾ സെൻസസ് എടുക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക് സർവേനെ പറ്റി സെൻസസ് എടുത്തിട്ടുണ്ട്. 1881 മദർ ടങ്, ഇന്ത്യയില് മദർ ടങ് പല വിധത്തിലായിരുന്നു മദർ ടങ് ഉണ്ടായിരുന്നത്. 1991 സെൻസസിൽ കണ്ടപ്പോൾ 1,652 ലാംഗ്വേജ് ഉണ്ടെന്ന് മനസ്സിലായി. അതിലും ആ 1,652 ലാംഗ്വേജിൽ കൂടെയും അതില് ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളത് 114 മദർ ടങ്ങിനെ പറ്റിയാണ്. അപ്പോ 1951 സെൻസസ് എടുത്തപ്പോൾ പല വിധത്തിലുള്ള ഡയലക്ട് ഒക്കെ റെഫർ ചെയ്തത്, ഡയലക്റ്റിന്റെ ലാംഗ്വേജ് വരുന്നത് ഹിന്ദി അല്ലെങ്കിൽ മൈഥിലി, ഭോജ്പുരി, മഗധി. അപ്പൊ ഇങ്ങനെ ഈവൻ മൈഥിലി എന്നുള്ള ലാംഗ്വേജിന്റെ ഹിന്ദിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് 1961 1971 സെൻസസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇന്ത്യയിലെ പ്ലേസ് ചെയ്തിട്ടുള്ളത് 8ാമത്തെ ഷെഡ്യൂളാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ 22 ലാംഗ്വേജ് ഉണ്ട്. ഈ 22 ലാംഗ്വേജിനെയും റെക്കഗ്നൈസ് ചെയ്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റുകയാണ്, അതായത് 8th ഷെഡ്യൂളില്. അങ്ങനെ വന്നപ്പോൾ ഈ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആസാമീസ് ഉണ്ട്,
ബംഗാളി ഉണ്ട്, ബോഡോ ലാംഗ്വേജ് ഉണ്ട്, ദോഗ്രി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, ഹിന്ദി ഉണ്ട്, കർണാടക, കശ്മീരി, കൊങ്ങണി, മലയാളം, മറാത്തി, മണിപ്പൂർ, മൈഥിലി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സതാലി, സിന്ധി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. അപ്പൊ ഇത്രയും ലാംഗ്വേജസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂടെ ഈ 22 ലാംഗ്വേജസ്, ഇന്ത്യയിലുള്ള 22 ലാംഗ്വേജസിനെ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതായത് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റി അതിനെ പ്ലേസ് ചെയ്തത് 8ാമത്തെ ഷെഡ്യൂളിൽ. ഇതിന്റെ ലാംഗ്വേജസ്, അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഇത് നമ്മളിപ്പോ താഴെ പറയുന്ന ലാംഗ്വേജസ് ആയിരിക്കും വരാൻ പോവുക. ആസാമീസ്, ബംഗാളി, ബോഡോ, ദോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കശ്മീരി, കൊങ്ങണി, മലയാളം, മറാത്തി, മണിപ്പുരി, മൈഥിലി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സതാലി, സിന്ധി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇത്രയും ലാംഗ്വേജിൽ നിന്ന് ഹിന്ദി എന്നുള്ളതിന് ഒരു ഡ്രോ വരുന്നുണ്ട്, വൊക്കാബുലറി. അതേമാതിരി തന്നെ എവിടെ സാധിക്കുമോ പ്രൈമറിലി നമ്മൾ സാൻസ്ക്രിറ്റും സെക്കൻഡറി ബാക്കി ലാംഗ്വേജുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് ഇന്ത്യൻ ഡിമാൻഡിൽ കൂടെ ഡയലക്ട്സും ലാംഗ്വേജസും 8th ഷെഡ്യൂളിൽ കൊണ്ടുവന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ. ഈ 8th ഷെഡ്യൂളിൽ വരുമ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ കൂടെ നമുക്കതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഇൻട്രസ്റ്റ് എന്ന ആ ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് 3 ലാംഗ്വേജ് പഠിക്കുക, 3 ലാംഗ്വേജ് ഫോർമുല. ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്? 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് അവർ പഠിക്കേണ്ട കാര്യങ്ങളില്ല. ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏതായാലും ഒരു 3 ലാംഗ്വേജ് ഫോർമുലയിൽ വരുന്നത് ആദ്യത്തെ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ്. കാരണം ദാറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. എല്ലാ കുട്ടികളും ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗപ്പെടും. 2ാമത്തെ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് നാഷണൽ ലാംഗ്വേജ് ആണ്. ഈ നാഷണൽ ലാംഗ്വേജ് എന്നുള്ള പറയുമ്പോൾ നമ്മളുടെ CBSE ആയാലും ശരി, ICC ആയാലും ശരി, ഏത് സിസ്റ്റത്തിലായാലും ശരി, സെക്കൻഡ് ലാംഗ്വേജ് ഇസ് ഹിന്ദി. ബിക്കോസ് ആ ലാംഗ്വേജ്, ഹിന്ദി എന്നുള്ള ലാംഗ്വേജ് കോമൺ ആയിട്ട് ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്നു. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായി. ഇനി 3rd ലാംഗ്വേജ്, 3 ലാംഗ്വേജ് ഫോർമുലേനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 3rd ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതേത് സ്റ്റേറ്റിനാണോ, അതായത് നമ്മൾ ഒരു ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട് പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എഡ്യൂക്കേഷൻ വരുന്നത് അതാത് അവനവന്റെ സ്റ്റേറ്റിന്റെ ലിസ്റ്റിലാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ വഴി എഡ്യൂക്കേഷന്റെ മീഡിയം അവർക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം ഹിന്ദി നാഷണൽ ലെവൽ ലാംഗ്വേജ് പഠിച്ചു, 3ാമത്തെ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഏത് റീജിയൻ ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണോ അവരുടെ ലാംഗ്വേജ്, അതായത് പോളിസി അവരുടെ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ലാംഗ്വേജ് തന്നെ 3rd ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ 3rd ലാംഗ്വേജ് ആയിട്ട് വരുമ്പോൾ 6 മുതൽ 8 വരെ ആണ് ഇത് പഠിക്കുന്നത്. 9 വന്നു കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ വരുന്നുള്ളൂ. അതിന് മേലെയൊക്കെ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. പിന്നെയും നമ്മളുടെ ചില സ്കൂൾസിലും, CBSE സ്കൂൾസിലും അതേമാതിരി വേറെ സ്കൂൾസിലും ഈ 3rd ലാംഗ്വേജിനെ തന്നെ മാറ്റുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് വലിയ വലിയ സ്കൂൾസില്. കാരണം അവരുടെ ഉദ്ദേശം ഈ കുട്ടികള് ആ റീജിയണൽ ലാംഗ്വേജ് പഠിക്കുന്നതിനെക്കാട്ടി ഭേദം ഒരു അഡീഷണൽ ആയിട്ട് ഫ്രഞ്ചോ ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അവരുടെ സ്കൂളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അബ്രോഡ് പഠിക്കാൻ പോകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അവിടെ അങ്ങനെയുള്ള സ്കൂളിൽ വരുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, 3rd ലാംഗ്വേജ്
ഫോറിൻ ലാംഗ്വേജ്, വിച്ച് ആർ ദ ലാംഗ്വേജ് ദേ ആർ ഓപ്റ്റിംഗ് ഫോർ. അപ്പം അങ്ങനെയും വരാം. അതേമാതിരി തന്നെ ഒരു ചില സ്കൂൾസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സെക്കൻഡ് ലാംഗ്വേജിന് ഹിന്ദിക്ക് പകരം ഫ്രഞ്ച് എടുക്കും അല്ലെങ്കിൽ ജർമ്മൻ എടുക്കും, എന്നിട്ട് തേർഡ് ലാംഗ്വേജ് ഹിന്ദി ആയിട്ട് മാറ്റും. അവർ അങ്ങനെ ആയാൽ കൂടെയും, കാരണം ഈ 3 ലാംഗ്വേജ് ലെസൺ, 3 ലാംഗ്വേജ് ഫോർമുല അവിടെ അപ്ലൈ ആയി. ഹിന്ദി ആസ് എ സെക്കൻഡ് ലാംഗ്വേജിന് പകരം ഹിന്ദി ആസ് എ തേർഡ് ലാംഗ്വേജ് അവിടെ വരുന്നു. കാരണം കുട്ടികൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും ആ ഫോറിൻ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജിൽ വരുമ്പോൾ. കുറച്ചുകൂടെ ഈസി ആയിരിക്കും അവർ അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ. ഏതായാലും ഇത് 9ാം ക്ലാസ് വരെയുള്ളൂ, 10, 11 അത് വരുന്നില്ല. അതെൻ്റെ ഹയർ ക്ലാസ്സസിൽ വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഈ കുട്ടികൾ 12th കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവര് ഹിന്ദിയിലും ഓക്കെ ആയിരിക്കും, അതേമാതിരി ഫോറിൻ ലാംഗ്വേജിലും ഓക്കെ ആയിരിക്കും, ഇംഗ്ലീഷിലും ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. കാരണം എനിക്കിതിനറിയാം, എൻ്റെ എക്സ്പീരിയൻസ്, സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ മോഡേൺ ലാംഗ്വേജസ് ഇന്ത്യയിൽ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിൽ പ്രിഫറബിളി സൗത്ത് ഇന്ത്യയില് ഒരു പ്രോബ്ലംസ് വരും. കാരണം അവർക്ക് ഹിന്ദി അത്രയ്ക്ക് വശമല്ലാത്ത ഒരു കാരണം വന്നു. അവിടെ ചില നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാടിൽ, ഇന്ത്യയിലെ തമിഴ്നാടില് 2 ലാംഗ്വേജ് മാത്രമേ അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. 3 ലാംഗ്വേജസിന്റെ അവർ ഉപയോഗിക്കുന്നില്ല, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയണൽ ലാംഗ്വേജിലേക്ക് അവർ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ലാംഗ്വേജിനെ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറ്റിയത് കൊണ്ടും ലാംഗ്വേജസ് വേറെ ലാംഗ്വേജ് 3 ലാംഗ്വേജ് ഫോർമുലയിൽ വരുന്നത് കൊണ്ടും ചില സ്റ്റേറ്റ്സ് അങ്ങനെ ജൂറിസ്ഡിക്ഷൻ അവർ പാസ്സാക്കിയിട്ടുണ്ട്. ഇതേമാതിരി ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 3 ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് 1950 ഇത് കൊണ്ടുവന്നത്. അതിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നാഷണൽ കമ്മീഷൻ എഡ്യൂക്കേഷൻ 1964 66 മുതൽ കോത്താരി കമ്മീഷൻ കൊണ്ടുവന്നു. ഈ കോത്താരി കമ്മീഷനിൽ കൂടിയാണ് നമ്മൾ 3 ലാംഗ്വേജ് ഫോർമുല ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ 1968 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2000 സജസ്റ്റ് ചെയ്തു ഒരു അറ്റ്ലീസ്റ്റ് ഗ്രേഡ് 5 വരെയെങ്കിലും മദർ ടങ്ങിൽ കുട്ടികൾ പഠിക്കണമെന്ന്. മദർ ടങ്ങിൽ 5ാം ക്ലാസ് വരെ, ഗ്രേഡ് 5 വരെ മദർ ടങ്ങിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇംഗ്ലീഷിലും ബാക്കിയുള്ള ലാംഗ്വേജിലും പഠിക്കുമ്പോഴും ഇത്തിരി ഡിഫിക്കൽട്ടീസ് വരും. കാരണം ആ ഫൗണ്ടേഷൻ അവിടെ കിട്ടുന്നില്ല അവർക്ക്. ചിലപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് നല്ല വിധത്തിൽ പഠിക്കാറുണ്ട്. അപ്പൊ മദർ ടങ്, ഹോം ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ് അപ് ടു ഗ്രേഡ് 8 വരെ പോകുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ലിംഗ്വിസ്റ്റിക്സ് ഗ്രൂപ്പും നമ്മളുടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയത്തിന്റെ ബെനിഫിറ്റ് എന്താണ്. ഇംഗ്ലീഷിൽ, അതായത് 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ ഒരു ഫോർമുലയില് ലിംഗ്വിസ്റ്റിക് ലൈൻസ് വന്നു. കോൺഗ്രസിന് ഓർഗനൈസ് ചെയ്തെടുത്തത് ഈ ബില്ല് ബേസ്ഡ്, ഈ ഓർഗനൈസില് സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷൻ കമ്മീഷൻ വഴിയും അതിന്റെ റെക്കമെൻഡേഷൻ വഴിയും ലിംഗ്വിസ്റ്റിക് ഓർഗനൈസേഷൻ കൊണ്ടുവരാണ്. ഇത് 1953 ഗാന്ധിയനായ പി ശ്രീരാമലു അങ്ങേരുടെ ഹങ്കർ സ്ട്രൈക്കിന്റെ കാരണത്തിൽ മരണപ്പെടുകയും തെലുഗു സ്റ്റേറ്റിനെ ഡിമാൻഡ് ചെയ്ത്, മദ്രാസിൽ നിന്ന് തെലുഗു സ്റ്റേറ്റ് ഒരുമിച്ച് കടന്നതിന് പിരിച്ചെടുക്കണം എന്നുള്ള അതിന്റെ ഹങ്കർ സ്ട്രൈക്കിലാണ് ശ്രീരാമലു മരിച്ചു പോകുന്നത്. അങ്ങനെ സെവറൽ സ്റ്റേറ്റ്സില് ഈ ലാംഗ്വേജ് സംസാരിക്കുന്ന, ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ, അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ, അതായത് മാക്സിമം അല്ല, ഫോർ എക്സാമ്പിൾ കന്നഡയില് തെലുഗു സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷ തെലുഗു ആയിരിക്കും. അപ്പോൾ പക്ഷെ അവര് ജോലിയുടെ കാരണം കൊണ്ട് കർണാടകയിലായിരിക്കാം. അപ്പോൾ അവരുടെ നമ്പർ ഉപയോഗിക്കുന്ന, ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരുടെ നമ്പർ കുറയുന്നു. അതിനെ നമ്മൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുന്നു. ഈ റെക്കഗ്നേഷൻ സ്റ്റേറ്റ്സിന്
ലിംഗ്വിസ്റ്റിക്സിന്റെ, അതായത് ലാംഗ്വേജിന്റെ ബേസിസിൽ 1956 വരികയും അത് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നു. ഇതിന്റെ കാരണവശാൽ ഈ ലാംഗ്വേജ് ഇഷ്യൂ കാരണം ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒരുപാട് നടക്കുന്നുണ്ട്. മാത്രമല്ല അത് പൊളിറ്റിക്കലി കൺവേർട്ട് ആക്കി എടുക്കുന്നു ആൾക്കാർ. പൊളിറ്റീഷ്യൻസ് അതിനെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് മെജോറിറ്റീസിനെയും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെയും തമ്മിലുള്ള അടിപിടി കാണാൻ പറ്റും, അല്ലെങ്കിൽ പരസ്പരം ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. ആ ലിംഗ്വിസ്റ്റിക് മെജോറിറ്റീസ് വരുന്നത് പല സ്റ്റേറ്റ്സിലും ഇതിന്റെ അക്സെപ്റ്റൻസ്, ലാംഗ്വേജിന്റെ അക്സെപ്റ്റൻസിന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ലാംഗ്വേജ് അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജിനെ സ്കൂളിൽ ഇൻസ്ട്രക്ഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്, അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ആ കാലഘട്ടമാണ് അത് വരുന്നത്. പിന്നെ ഓരോ ലാംഗ്വേജും യൂസ് ചെയ്തിട്ട് 8ാമത്തെ ഷെഡ്യൂളിൽ റെക്കഗ്നേഷൻ വരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അങ്ങനെ വരുമ്പോൾ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ബാക്കിയുള്ള ഡിമാൻഡ്സ് റിലേറ്റ് ചെയ്യുന്ന വരുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ പ്രശ്നം വരും. അതേമാതിരി തന്നെ ജോലി, എംപ്ലോയ്മെന്റ്, അതേമാതിരി തന്നെ പ്രൊട്ടക്ഷൻ, കൾച്ചറൽ ഐഡന്റിറ്റീസ്, അതേമാതിരി പൊളിറ്റിക്കൽ ഓട്ടോണമി. ഈ റെസ്പെക്റ്റില് ഡിമാൻഡ്സ് വന്നു, അവരുടെ ഡിമാൻഡൊക്കെ എടുത്തു. ഇതിന് ശേഷം ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകും. ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ മൈനോറിറ്റി, നമ്പർ ഓഫ് സ്പീക്കിംഗ് പീപ്പിൾ ലെസ്, അപ്പൊ അങ്ങനെയാണ് മൈനോറിറ്റി ആവുന്നത്. അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ലാംഗ്വേജിനെ പ്രൊട്ടക്ഷൻ ചെയ്യണം. അതായത് ഓപ്പണിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഭാഷയിൽ വേണം. നമുക്ക് വളരെ എളുപ്പമായിട്ട് പറയാവുന്നത് കൊങ്ങിണി ഭാഷ. കൊങ്ങിണി ഭാഷ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് സംസാരിക്കുന്നത്. അപ്പോ നമ്മൾ ഇമാജിൻ, മംഗലാപുരം ആ ഏരിയയാണ് കൊങ്ങിണി ഭാഷ സംസാരിക്കുന്നവര്. അവിടെ ഇവിടെ എറണാകുളത്ത് കൊങ്ങിണിമാർ നടത്തുന്ന സ്കൂൾസ് ഉണ്ട്, കൊങ്ങിണി സ്കൂളുണ്ട്, അവിടെ ഈ ലാംഗ്വേജ് ഉണ്ടാവും. അതേമാതിരി തന്നെ ഗുജറാത്തി ഭാഷ, ഗുജറാത്തി സ്കൂൾസ് ഉണ്ട് ഇന്ത്യയിൽ, അതും പ്രത്യേകിച്ച് കൊച്ചിയിലുണ്ട് ഗുജറാത്തി സ്കൂളുണ്ട്. അപ്പൊ അവിടെയും ഗുജറാത്തി ഭാഷ കാണാൻ പറ്റും നമുക്ക്, അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് കോൺഫ്ലിക്ട്സ് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഈ റിലേഷൻഷിപ്പ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സും അതിനെ അവര് പൊളിറ്റിക്കലി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ലാംഗ്വേജ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിന് നോർത്ത് ഇന്ത്യയില് നമ്മള് സ്റ്റേറ്റ്സിൽ, പല സ്റ്റേറ്റ്സിലും കണ്ടിട്ടുള്ളതാണ് ലിങ്ക് ചെയ്യുന്നത് എത്നിക് ഗ്രൂപ്പ്സിന്റെ കൂടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞു വന്നു, എത്നിക് ഗ്രൂപ്പ്സ് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. അപ്പൊ എത്നിക് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റീസ്, ആ കമ്മ്യൂണിറ്റീസ് ഇൻഡിജിനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അവര് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നവരായിരിക്കാം. പക്ഷെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവര് മൈഗ്രേഷൻ ചെയ്ത് വന്നത് ഒരു എന്തിനു വേണ്ടിയിട്ടാ മൈഗ്രേറ്റ് ചെയ്ത് വന്നതെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ, ജോലി കിട്ടാൻ വേണ്ടി അവര് പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും അവിടെ താമസിക്കുകയും അവിടെ തന്നെ സ്ഥിരതാമസിക്കുകയും ചെയ്യുമ്പോൾ അത് അവരെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു മൈഗ്രന്റ് ഗ്രൂപ്പായിട്ട് മാറുന്നു. അതേമാതിരി തന്നെ നമുക്കറിയാൻ പറ്റും ആസാം, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സില് അവിടെ മൈനോറിറ്റി 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റേറ്റ്സിന് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. അപ്പോ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസില് അതിന്റെ കൂടെ ലാംഗ്വേജ്, ആസാമി ലാംഗ്വേജ് ഒഫീഷ്യൽ ആയിരിക്കാം, കോർട്ടിലും ആയിരിക്കാം. പക്ഷെ ആസാമില് ഇതിനെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ലാംഗ്വേജ് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരാനും ആസാമീസും നോൺ ആസാമീസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ആസാം കോമ്പോസിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കൂടിയും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സ്റ്റേറ്റ്സിൽ ഈ ആസാമീസ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതേമാതിരി തന്നെ നോൺ ആസാമി ലാംഗ്വേജസും ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ബംഗാളി ലാംഗ്വേജും കൂടാതെ ട്രൈബൽ ലാംഗ്വേജ്, അതായത് ഓരോ ട്രൈബിനും, ആസാം ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് മുഴുവനും മലനിരകളാണ്. അപ്പൊ മലനിരകളിലുള്ളവർ, മലമുകളിൽ താമസിക്കുന്നവരെയാണ് നമ്മൾ ട്രൈബ് എന്ന് പറയാ. ആ ട്രൈബൽ അവർ ഉപയോഗിക്കുന്ന ഭാഷേനാണ് ട്രൈബൽ ലാംഗ്വേജ് എന്ന് പറയാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയും ഈ ട്രൈബൽ ലാംഗ്വേജിന്റെ യൂസിന്റെയും പ്രയോജനം വരുന്നു. അപ്പൊ ആസാമിലും
ബംഗാളി ലിംഗ്വിസ്റ്റിക് കോൺഫ്ലിക്റ്റിൽ കൂടെയും നമ്മൾ കൊളോണിയൽ പോളിസികൾ ഉള്ള സമയത്ത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഓക്യുപ്പേഷൻ ഓഫ് ആസാം ആ കാലത്ത്, അതായത് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അക്സെപ്റ്റ് ചെയ്തത് ബംഗാളി ലാംഗ്വേജ് ആണ്. കാരണം ബംഗാളി ലാംഗ്വേജിനെ അവര് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി. നമ്മള് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ടൈമിന്റെ വാർ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്ന സ്കോളേഴ്സ് ഒരുപാടുണ്ട്. അത് മാത്രമല്ല, അവര് ഈ ബംഗാളീസ് പലരും ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്നവരും ഉണ്ട്. അപ്പൊ എന്ത് പറ്റുന്നു, അവിടെ ഇംഗ്ലീഷും ബംഗാളിയും അവർക്ക് ഫ്ലുവൻ്റ് ആവുന്നു. അങ്ങനെ വരുമ്പോൾ അവര് ബംഗാളി ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ബ്രിട്ടീഷുകാർ പറയുന്നതിനെ ഈ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഈ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാര്, അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള ബംഗാളി സ്റ്റാഫ്, അവർക്ക് അതിനെ പരിഭാഷ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ബംഗാളി ലാംഗ്വേജിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റി. അതേസമയം ആസാമീസിനെ ആ ലാംഗ്വേജിനെ ബ്രിട്ടീഷ് അതേമാതിരി പ്രഷർ ബംഗാളീസ് ഉണ്ടായിരുന്നു. അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഡിമാൻഡ്, അതായത് ആസാമീസ് ലാംഗ്വേജിനെ ഡിക്ലെയർ ചെയ്യാനും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും കോർട്ട് ലാംഗ്വേജ്, കോടതിയിൽ സംസാരിക്കുന്ന ഭാഷ ആസാമീസ് ലാംഗ്വേജ് ആയിട്ട് മാറ്റി. ഇതിന്റെ കാരണവശാൽ ഇതിന്റെ പരിണാമമായിട്ട് അവിടെ ഡിബേറ്റ് വരുന്നത് ഈ ബുദ്ധിമാന്മാരും രണ്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരും തമ്മിലാണ്. അപ്പൊ ബംഗാളീസ് പറയും അവരുടെ ലാംഗ്വേജ്, കോർട്ട് ലാംഗ്വേജിൽ ആസാം അവരുടെ നോ നീഡ് എന്നാണ് അവർ പറയുന്നത്. കോർട്ട് ലാംഗ്വേജ് ആയിട്ട് ആസാം വേണ്ട, ബംഗാളിയിൽ തന്നെ സംസാരിക്കാം. അതേസമയം ബംഗാളീസ് പറയും അവരുടെ ആസാമി ഭാഷ വേണം കോടതിയിൽ. കാരണം കോടതിയിലാണല്ലോ കേസുകൾ സംഹരിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ പറയുന്ന ഭാഷയിൽ തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ. അപ്പൊ അങ്ങനെ ഈ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ സ്ക്രിപ്റ്റും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും ഉണ്ട്, ഹിസ്റ്ററിയും ഉണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെയാണ് ബ്രിട്ടീഷുകാർ ഡിക്ലെയർ ചെയ്യുന്നു ഒഫീഷ്യലായിട്ട് ആസാം ലാംഗ്വേജിനെ 1873. ആ കോൺഫ്ലിക്റ്റ് വന്നിട്ട് രണ്ട് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടായി. അപ്പോ ബംഗാളീസ് കുറച്ചു പേരുള്ള, അതായത് മൈനോറിറ്റി ഗ്രൂപ്പ് എവിടെയാണ്, ബംഗാളീസ് ലിംഗ്വിസ്റ്റിക് ബ്രഹ്മപുത്ര വാലി ഏരിയയില് ബംഗാളീസ് കുറവും ആസാമീസ് കുറവ് വേറെ ഒരു ഭാഗമായ ബറാക്ക് വാലിയിൽ ആസാമീസിന്റെ ആൾക്കാർ കുറവ്. അങ്ങനെ 1960 ആസാമീസ് ഗവൺമെന്റ് ഒരു ആസാമി ലാംഗ്വേജ് കമ്പൽസറി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ലെവലിൽ കൊണ്ടുവരും. ഇത് നോൺ ആസാമീസ് ആയാൽ കൂടിയും ആ സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് അവിടെ മാറുന്നു. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഏരിയാസ് റിസൾട്ട് ചെയ്യുമ്പോൾ വയലന്റ് ആയിട്ടുള്ള ക്ലാഷസ് ഉണ്ടാവും. ഹിൽസിലും, നേരത്തെ പറഞ്ഞ ബാരാക് വാലി ഹിൽസിലും ബാരാക് വാലിയിലും അടിപിടി ഉണ്ടായി. അപ്പൊ ബംഗാളീസ് ഇവർക്ക് ഇൻട്രൊഡക്ഷൻ, അതായത് ആസാമി ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതേമാതിരി അത് അവരുടെ ബംഗാളീസിന്റെ പ്രോഗ്രസിനെ ബ്രഹ്മപുത്ര വാലിയിൽ അത് എഫക്ട് ചെയ്തു. ഈ ട്രൈബൽ സ്റ്റേറ്റിൽ, അതായത് കാസി ഡോമിനേറ്റഡ് ഏരിയ ആണ് പാർട്ട്, അവിടെ നോൺ ആസാമീസും കമ്മ്യൂണിറ്റീസ്, വേറെ കമ്മ്യൂണിറ്റീസ് എന്ന് പറയാൻ ബംഗാളീസ്, നോൺ ട്രൈബൽസ്, ട്രൈബൽസ്, ഇവരൊക്കെ ലോഞ്ച് ചെയ്തു ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിപ്ലവം. കാസി, ജനീത, ഗാറോ ഹിൽസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേണം എന്നുള്ള ഡിമാൻഡ് വന്നു. അങ്ങനെയാണ് ന്യൂ സ്റ്റേറ്റ് ഓഫ് മേഘാലയ 1972 ഫോം ആവുന്നത്. ഇന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇന്ത്യ എഗെയിൻസ്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് സാനി ബറുവ. സൈനിങ് ചെയ്ത ശേഷം ആസാം അക്കോർഡ് 1986 സൈൻ ചെയ്ത ശേഷം ഈ ബോഡോസിന്റെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഐഡന്റിറ്റിനെ പറ്റിയും ഡിഫറെന്റ് ആയിട്ടുള്ള ആസാമീസിനെ പറ്റിയും ബോഡോസിന്റെ ലാംഗ്വേജിനെ പറ്റിയും നമ്മൾ പറയുന്നു.
അപ്പൊ ആ ഡിമാൻഡിൽ കൂടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ കൂടെ ഇതൊരു സ്റ്റേറ്റസ് മാറുകയാണ്. 8th ഷെഡ്യൂളില് ഒരു ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിൽ തമിഴ്നാട്ടിലാണെങ്കിൽ 2 സ്റ്റേറ്റ് ഓൾവേസ് ക്വാറലിംഗ് ഉണ്ടായിരുന്നു, തമിഴ്നാടും കർണാടക. ഇവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റ് വരുന്നത് 1992 പക്ഷെ ഇത് അത്രത്തോളം ഡയറക്റ്റ് ആയിട്ട് ലാംഗ്വേജ് ബേസ്ഡ് അല്ല. ആക്ച്വലി ഇതിന്റെ ഇഷ്യൂ വന്നത് കാവേരി വാട്ടർ ഷെയറിങ്ങിലാണ്. കാവേരി എന്ന് പറയുന്ന നദി തമിഴ്നാട്ടിൽ ഒഴുകുന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ തുടക്കം തലൈക്കാവേരി എന്ന് പറയും. ആ തലൈക്കാവേരി കർണാടകയിലാണ്. അപ്പൊ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ കൂടെ ഒഴുകുന്ന കാവേരി റിവറിന്റെ വാട്ടർ, അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് കർണാടകയ്ക്ക് എത്ര, തമിഴ്നാടിന് എത്ര, അതായത് ആ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നതിന്റെ ഷെയറിങ്ങിനെ പറ്റിയുള്ള ഫൈറ്റ് ആണ് വരുന്നത്. പക്ഷെ അതിനെ അവര് തമിഴ് സ്പീക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, അതായത് കന്നഡ സ്പീക്കേഴ്സിന് കന്നഡയിലെ കർണാടകയിലെ ഡാമേജ് ചെയ്യും അവരുടെ പ്രോപ്പർട്ടി. ഇതിന്റെ പരിണാമമായിട്ട് പരസ്പരം അവരവരുടെ പ്രോപ്പർട്ടികൾ നശിപ്പിക്കുക. അതേമാതിരി തന്നെ തമിഴ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിന് കർണാടക ഡിമാൻഡ് ചെയ്തു അവർക്ക് അവരുടെ ലാംഗ്വേജ് പ്രൊട്ടക്ഷൻ ചെയ്യാനും ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതേമാതിരി അവരുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെ ഒരു ഡിമാൻഡ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ പരസ്പരം ഇഷ്യൂ ആയി. അങ്ങനെയാണ് അവിടുത്തെ ഈ ഡിസ്ക്രിമിനേറ്ററി പോളിസീസ് വരികയും മൈനോറിറ്റി ലാംഗ്വേജും സെൻട്രൽ ഗവൺമെന്റ് ഇതിനെപ്പറ്റി പ്രൊട്ടക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് ഉറുദുവിന്റെ ഭാഷയിലും മൈഥിലി ഭാഷയിലും, അതായത് നോർത്ത് ബീഹാറിൽ സംസാരിക്കുന്ന ഭാഷ, അവിടെയും ഉറുദു ആണ് കൂടുതൽ സംസാരിക്കുന്നു എങ്കിലും അതിനെ സിംഗിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള മൈനോറിറ്റി ഗ്രൂപ്പായിട്ട് ഉത്തർപ്രദേശിലെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഈ കമ്മ്യൂണൽ ഫോഴ്സസിന്റെ പ്രശ്നം വരുന്നു. ഇങ്ങനെ ഓരോ അറ്റംപ്റ്റ് എടുത്ത് വരുമ്പോൾ നമ്മൾ ഉറുദുവിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം എന്നുള്ളതും അതേമാതിരി തന്നെ ഇതിനെ ക്രിറ്റിസിസവും ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ഇതിനെ ക്രിറ്റിസിസം ചെയ്യുന്നവരും അവരുടെ മുസ്ലിംസിന്റെ അഫേസ്മെന്റ് ഉണ്ട് അവിടെ. അപ്പോ ഉറുദു സ്പീക്കിംഗ്, കാരണം മുസ്ലിംസ് കൂടുതലായിട്ട് ഉറുദു സ്പീക്കിംഗ് ലാംഗ്വേജ് ഉള്ളവരാണ്. അപ്പോ ഇതിൽ ഹിന്ദിന്റെയും പേർഷ്യന്റെയും ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് മെർജ് ആവുന്നതാണ് ഉറുദുവിൽ വരുന്നത്. അപ്പൊ 2 ലാംഗ്വേജ്, ഹിന്ദി ആസ് വെൽ ആസ് പേർഷ്യൻ ലാംഗ്വേജ്, അതായത് നമ്മളുടെ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഈ ഉറുദു ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു കോമ്പിനേഷൻ ഉണ്ട്, മെർജ് ആവുന്നു 2 ലാംഗ്വേജ് തമ്മിൽ. അങ്ങനെയാണ് ഈ ഉറുദു ലാംഗ്വേജ് വരികയും ആ ഉറുദു ലാംഗ്വേജ് കൂടുതലായിട്ട് മുസൽമാന്മാരാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഡിസ്ക്രിമിനേറ്റ് വരുന്നു, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്നുള്ള പ്രശ്നം വരുന്നു. ഹിന്ദുസും സിഖും, അതാമതി പഞ്ചാബി സുബ മൂവ്മെന്റ് ഉണ്ട് 1960. അതിനുശേഷം ആര്യ സമാജ് ഒരു വിഷൻ കൊണ്ടുവന്നു, നോൺ സിഖ് പഞ്ചാബീസ്. അവര് നോൺ സിഖ് പഞ്ചാബീസ് എന്ത് ചെയ്ത, അവര് ഡിക്ലെയർ ചെയ്തു ഹിന്ദിയാണ് അവരുടെ എന്യൂമറേഷൻ, അല്ലെങ്കിൽ ഹിന്ദി പ്രാക്ടീസ് ചെയ്തിരുന്നാൽ കൂടെയും അത് അവര് പ്രാക്ടീസ് ആയിട്ട് സംസാരിക്കുന്നത് പഞ്ചാബി ലാംഗ്വേജ്. അപ്പോ ഹിന്ദുസ്, പഞ്ചാബിലുള്ള ഹിന്ദുസ് ഈ ക്രിയേഷൻ ഓഫ് പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാക്കുക, പഞ്ചാബ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുക, അവിടെ ഹിന്ദുസ് ആണ് മൈനോറിറ്റി എങ്കിൽ കമ്മ്യൂണിറ്റി ഹിന്ദുസ് പഞ്ചാബിൽ കുറവാണ്. ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് പൊളിറ്റിക്സ് ഹിന്ദി ലാംഗ്വേജിൽ സൗത്തിലും കണ്ടു. സൗത്തിൽ എക്സ്പെഷ്യലി തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ വരുമ്പോൾ അവിടെ അവര് തമിഴ്നാട്ടിൽ 1960 ഭയങ്കര അജിറ്റേഷൻ നടന്നിട്ടുണ്ട്. ഭയങ്കര അജിറ്റേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര അജിറ്റേഷൻ ആണ്. അതായത് ലാംഗ്വേജിനെ പറ്റി, തമിഴ് ലാംഗ്വേജിനെ പറ്റിയും പുകഴ്ത്തിപ്പാടിയും ഹിന്ദി ലാംഗ്വേജിനെ താത്തിക്കെട്ടിയുമുള്ള പ്രശ്നങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ നടന്നത്. ഹിന്ദിനെ അഡോപ്റ്റ് ചെയ്ത ഒഫീഷ്യൽ ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് കൊണ്ടുവന്നപ്പോൾ റെസൊല്യൂഷൻ കൊണ്ടുവന്നു, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ കൊണ്ടുവന്നു.
അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇൻഡിപെൻഡൻസിന് ശേഷം ഹിന്ദിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കുകയും ഇംഗ്ലീഷിനെ ഷെയർഡ് ലാംഗ്വേജ് ഫോർ 15 കൊല്ലത്തിലേക്ക്, ട്രാൻസിഷൻ പീരീഡിൽ 15 കൊല്ലത്തിലേക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ ഡിസിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഹിന്ദിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ സൗത്ത് ഇന്ത്യ ഒപ്പോസ് ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ മദ്രാസ് പ്രോവിൻസിൽ, ആ തമിഴ്നാട് സ്റ്റേറ്റിൽ മുഴുവനും ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്, DMK എന്ന് പറയും. ആ മുന്നേറ്റ കഴകത്തിന്, DMK മുന്നേറ്റ കഴകത്തിന് ഇത് ഹിന്ദി ഇൻട്രൊഡക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. അവര് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. നോൺ ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അവര് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലാംഗ്വേജിന്റെ കോൺഫ്ലിക്റ്റ് സൗത്ത് ഇന്ത്യയിലും കണ്ടു, നോർത്ത് ഇന്ത്യയിലും കണ്ടു. ഇനി എത്നിക് ഗ്രൂപ്പ്, ഈ എത്നിക് ഗ്രൂപ്പിൽ ഇന്ത്യയിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? നമ്മൾ നേരത്തെ കണ്ട മാതിരി ഈ എത്നിക് ഗ്രൂപ്പ് എന്താന്ന് വെച്ചാൽ പല ഫാക്ടേഴ്സ് അവർ വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കേഴ്സ് വരുന്നുണ്ട്. ഒരേമാതിരിയുള്ള ലാംഗ്വേജ്, ഒരേമാതിരിയുള്ള കസ്റ്റംസ്, ഒരേമാതിരിയുള്ള ട്രഡീഷൻസ്, അതൊക്കെയാണ് എത്നിക് ഗ്രൂപ്പിൽ വരിക. ഇതില് സ്കോളേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു സിംഗിൾ മാർക്കർ അല്ല, ലാംഗ്വേജോ കാസ്റ്റോ റിലീജിയൻ അല്ല. പക്ഷെ എത്നിക് ഗ്രൂപ്പിൽ പലതും വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, ഭാഷയുണ്ട്, അവരുടെ ജാതിയുണ്ട്, അവരുടെ റേസ് ഉണ്ട്, അവരുടെ കൾച്ചർ ഉണ്ട്, കസ്റ്റം ഉണ്ട്, റിലീജിയൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ, പല വിധത്തിലുള്ള ഒരേ മാതിരിയുള്ള പെരുമാറ്റം അവരുടെ കൾച്ചറൽ കസ്റ്റംസിൽ കാണുന്നു. അതിനാണ് നമ്മൾ എത്നിക് എന്ന് പറയുന്നത്. ഈ ഐഡന്റിഫൈ ചെയ്ത ക്രൈറ്റീരിയയില് സോഷ്യലായിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും കൾച്ചറലായിട്ടും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഈ എത്നിക് ഗ്രൂപ്പിനെ റിവോൾവ് ചെയ്തു വരുന്നത് അവരുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റിയിലാണ്. മാത്രമല്ല പൊളിറ്റിക്കലായിട്ട്, അതായത് രാഷ്ട്രീയമായിട്ട് റെപ്രസെന്റേഷൻ കൊടുക്കാനും ഓട്ടോണമി എടുത്ത് ഉപയോഗിക്കാനും എക്കണോമിക്കലി ധനപരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനും ഇവരുടെ ഡെവലപ്മെന്റിനെ ഇവരത് യൂട്ടിലൈസ് ചെയ്തു, അതായത് എത്നിക് ഗ്രൂപ്പിന്. ഇതിന് ശേഷം പല വിധത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള കാസ്റ്റ് പല വിധത്തിലുള്ള കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. 2 ഇഷ്യൂസ് അങ്ങനെ വരുമ്പോൾ, ഒന്ന് ലാംഗ്വേജ്, പിന്നൊന്ന് റിലീജിയൻ, പിന്നൊന്ന് റീജിയണൽ ഓട്ടോണമി, സ്വന്തമായിട്ട് എന്നുള്ളത് റീജിയണൽ ഓട്ടോണമി, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, പൊളിറ്റിക്സിലും എത്തിക്സിലുമുള്ള ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു ടൈമായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഓട്ടോണമി കൊണ്ടുവന്നപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ അകത്ത് ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഉദ്ധരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് വരുമ്പോൾ, അവിടെ 1-2 സ്റ്റേറ്റ്സിന് ഒരുമിച്ച് അവർ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ ഇമ്പാക്ട് കാണാൻ പറ്റും. രാഷ്ട്രീയത്തിൽ ഈ ഇമ്പാക്ട് കാണാൻ പറ്റും. മൊബിലൈസേഷൻ, പൊളിറ്റിക്കലി അവരുടെ ലീഡേഴ്സ്, നോൺ പാർട്ടി ഓർഗനൈസേഷൻസ് ഈ എത്നിക് ഗ്രൂപ്പിനെ ഇൻവോൾവ് ചെയ്യിച്ച്, അവരെ കൊണ്ട് കോൺഫ്ലിക്റ്റിംഗ് ചെയ്യിച്ച്, അതേമാതിരി ക്ലെയിം ചെയ്യിച്ച്, അവരെ കൊണ്ട് ഇൻട്രസ്റ്റ് ചെയ്യിച്ച് റിസൾട്ട് വരുന്നത് ഈ എത്നിക് ആയിട്ടുള്ള വഴക്കിലാണ്. വെട്ടും കുത്തിലും വന്ന് എത്തുന്നു. എത്നിക് ഗ്രൂപ്പ്സ് തമ്മിൽ അടിപിടി വരികയും അതേസമയം ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് മെഷീനറി അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, കൺട്രോൾ ചെയ്യാനും വിഷമമാണ്. ഈ കാലഘട്ടത്തിലാണ് ഐഡന്റിറ്റി ഫോർമേഷൻ എന്ന വിധത്തിൽ നമ്മൾ എത്നിക് ഐഡന്റിറ്റീസിനെ കൺസ്ട്രക്ട് ചെയ്ത് നാച്ചുറൽ ലെവലിൽ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നു. ഇവിടെ അപ്രോച്ച് എന്താന്ന് വെച്ചാൽ, എത്നിക് ഐഡന്റിറ്റീസ് ആർട്ടിഫിഷ്യൽ ആണ്. ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൺസ്ട്രക്ഷൻ ചെയ്തെടുത്തത്, ഈ എത്നിക് ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുത്തത് ഒരു ഗ്രൂപ്പിലുള്ള എലൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ ആൾക്കാരാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നു, അല്ലാണ്ട് നാച്ചുറൽ ആയിട്ടുള്ളതല്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പൊളിറ്റിക്കൽ എലൈറ്റ് കൺസ്ട്രക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ എന്തിനു വേണ്ടി? അവരുടെ രാഷ്ട്രീയ ജയത്തിന് വേണ്ടി അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പിന്നൊരു അപ്രോച്ച് ഉണ്ട്, ഈ എത്നിക് ഐഡന്റിറ്റീസിനെ നാച്ചുറലാണ്, ശരിയായിട്ട് തന്നെ വന്നതാണ്, പ്രീമോഡിയൽ അല്ല, അല്ലെങ്കിൽ പ്രീമോഡിയൽ ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഡിഫറൻസ് എത്നിക് ഗ്രൂപ്പ്സ് അല്ല, നാച്ചുറൽ ആണ്. അവർ നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തിന് ഇവിടെ
ഒപ്പോസ് ചെയ്യുന്നു, കൺസ്ട്രക്റ്റഡ് അല്ല എന്ന് പറയുന്നു. ഇനി റീജിയണൽ വൈസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്, എത്തനിക് ഗ്രൂപ്പ്സും അതേമാതിരി പൊളിറ്റിക്സും, അല്ലെങ്കിൽ അതേമാതിരി തന്നെ രാഷ്ട്രീയവും. ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എത്തനിക് ഐഡന്റിറ്റിനെ ബേസ് ചെയ്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള കസ്റ്റംസും കൾച്ചറും ലാംഗ്വേജും റിലീജിയനും ഹിസ്റ്ററിയും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി, അതേമാതിരി ജാതി, കമ്മ്യൂണൽ ഐഡന്റിറ്റി, മതപരമായ ഐഡന്റിറ്റി ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആയിട്ട് കൊണ്ടുവരും. ഇങ്ങനെ വരുമ്പോൾ എത്തനിക് ഐഡന്റിറ്റിയിലെ റിലേഷൻഷിപ്പ്, പല വിധത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതേമാതിരി തന്നെ രാഷ്ട്രീയത്തിലും ഒരു ഗ്രൂപ്പിന്റെ ഫോർമേഷനിൽ അടുത്ത ഗ്രൂപ്പ് ഫോം ചെയ്ത് വരുമ്പോൾ അവിടെയും ഒരു എത്തനിക് ഗ്രൂപ്പിന്റെ ഫോർമേഷൻ വരുന്നു. ഈ എത്തനിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തിനെ ഉപയോഗപ്പെടുത്തുകയും ഈ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി അവരുടെ ഇമാജിനറി ഫാക്ടേഴ്സിലേക്ക് അവർ കൊണ്ടുവരുന്നു. ഇനി ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സില്, നമ്മളുടെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സില് പല വിധത്തിലുള്ള എത്തനിക് ഗ്രൂപ്പ്സ് ഉണ്ട്, നമ്പേഴ്സും അതേമാതിരി തന്നെ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് പൊളിറ്റിക്കലി അവനവന്റെ ഡിറ്റർമിനേഷൻ മൂവ്മെന്റ്സ് ആണ്. പല വിധത്തിലുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരാണ്. ആ മൂവ്മെന്റ്സിനെ നമുക്ക് പറയുകയാണെങ്കിൽ ഓട്ടോണമി മൂവ്മെന്റ്സ് എന്ന് പറയാം, സെക്ഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയാം, ഇൻസർജൻസീസ് എന്ന് പറയാം. ഇതേമാതിരി എത്തനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തനിക് ഗ്രൂപ്പിനെ രാഷ്ട്രീയത്തിൽ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്നു. ഇപ്പൊ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു കക്ഷി തന്നെ വന്നു തമിഴ്നാട്ടില്, പാട്ടാൾ മക്കൾ കക്ഷി. ഇന്നലെ ഞാൻ പറഞ്ഞു, അത് ഒരു ഗ്രൂപ്പാണ്, എത്തനിക് ഗ്രൂപ്പിന്റെ അവരൊരു പാർട്ടി ഉണ്ടാക്കിയെടുക്കാണ്, പാട്ടാൾ മക്കൾ കക്ഷി എന്ന് പറഞ്ഞിട്ട്. അതേമാതിരി തന്നെ നോർത്ത് ഇന്ത്യയിലെ പഞ്ചാബില് ജമ്മു ആൻഡ് കാശ്മീർ ഡിവിഷൻ 2 യൂണിയൻ ടെറിട്ടറി ആക്കുന്നതിന് മുമ്പ് അവിടെയും ഈ എത്തനിക് സൊസൈറ്റിനെ ഗ്രൂപ്പിനെ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സില് എത്തനിക് മൊബിലൈസേഷൻ എന്ന് പറയും. ഈ സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഇവരുടെ മൾട്ടി കൾച്ചറൽ ഡെമോക്രസിയിൽ ഉപയോഗിച്ചത് മുഴുവനും ഇന്ത്യയില് 3 ആയിട്ടുള്ള എത്തനിക് മൂവ്മെന്റ്സ് വളരെ പ്രാധാന്യം ഏൽപ്പിക്കുന്നു. ഒന്ന് തമിഴ്സ് ഇൻ തമിഴ്നാടു 1950 60. പിന്നെ രണ്ടാമത്തത് പഞ്ചാബിലുള്ള സിഖുമാര് 1980. അതായത് മുസ്ലിംസ് ഓഫ് കാശ്മീർ അതേമാതിരി തന്നെ 1990. ഇതേമാതിരി തന്നെ വരുമ്പോൾ ഈ ഡെറ്റർമിനേഷൻ അവരുടെ ആവശ്യമായ, അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ പീക്ക് ഡ്യൂറിങ് ദ കോഴ്സിൽ അവർ മാക്സിമം എത്താനും ശ്രമിക്കുന്നു. പിന്നെ പതുക്കെ അത് ഡിക്ലൈൻ ആവാണ്. ഇങ്ങനെ സെൽഫ് ഡിറ്റർമിനേഷൻ മൂവ്മെന്റ്സിൽ കൂടെ ഈ എത്തനിക് മൊബിലൈസേഷൻ കൊണ്ടുവന്നതിനെ പറ്റി നമ്മൾ റിവേഴ്സിൽ വരുമ്പോൾ യു കർവ് എന്ന് വരും. ആ യു കർവിൽ ഇങ്ങനെ വന്ന് പൊളിറ്റിക്സ് വന്ന് പിന്നെ അത് ഡിക്ലൈൻ ആവുന്നു. ഇപ്പൊ ഈ ഡീലർഷിപ്പിൽ മുഴുവനും പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയവും എത്തനിക് ഗ്രൂപ്പും ഉള്ള റീജിയണൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് അർത്ഥം. ഇനി ഇന്ത്യൻ സ്റ്റേറ്റ്സില് 2 ടൈപ്പ് എത്തനിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ആദ്യത്തേതാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് യുഗങ്ങളായിട്ട് ഇൻഡിജിനിയസ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ എന്നർത്ഥം. രണ്ടാമത്തെ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്ത പല ഭാഗങ്ങളിൽ നിന്നും 19ാം നൂറ്റാണ്ടിൽ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇമിഗ്രന്റ് ആയിട്ടോ പല ഭാഗങ്ങളിലേക്ക് വരുന്നത്, അതൊരു എത്തനിക് ഗ്രൂപ്പാണ്. എക്സാമ്പിൾ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ബംഗാളീസും ബീഹാരീസും ഒഡീഷക്കാരുണ്ട്. അവരുടെ ഒറിജിൻ വിട്ട് ഇവിടെ മൈഗ്രേഷൻ വന്നിരിക്കുന്നത് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട്. അവരുടെ പ്രശ്നങ്ങളും നിങ്ങൾ പേപ്പറിൽ പഠിച്ചിട്ടുണ്ടോ? നല്ല മലയാളം സ്പീക്കിംഗ് ബംഗാളീസ് ഉണ്ട്, ഒറീസ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ എത്തനിക് ഗ്രൂപ്പിന് അവരുടേതായ കൾച്ചറും അവരുടേതായ ലാംഗ്വേജും ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഇമിഗ്രന്റ് എന്നുള്ള ലെവലിലാണ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകുന്നത്. കാരണം അവർക്ക് മൈഗ്രേഷൻ വിത്തിൻ ഇന്ത്യ സ്റ്റേറ്റ് ആണ്, പുറത്തേക്ക് പോവുകയല്ല. ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പും നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള ബ്ലോക്സിനെയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എത്തനിക് ഗ്രൂപ്പ്സും വരുന്നുണ്ട്. ഇനി നോർത്ത് ഇന്ത്യനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുക്കീസ്, നാഗാസ് ഇൻ നാഗാലാൻഡ് മണിപ്പൂറിൽ, മെയ്റ്റീസ് ഇൻ മണിപ്പൂർ, ട്രൈബ് ബോഡോസ്, സാന്താൽസ്, കാർബീസ്, നോൺ ട്രൈബൽസ് ഇൻ ആസാം. അതേമാതിരി തന്നെ നോൺ ട്രൈബൽസ് ആയ ബംഗാളീസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്,
ട്രൈബ്സ് ആയ ഖാസി ഉണ്ട്, ജനീറ്റാസ് ഉണ്ട്, ഖറവാസ് മേഘാലയയിലുണ്ട്, ഈവൻ ബംഗാളി നേപ്പാളീസ് എറണാകുളത്തുണ്ട്. നമ്മളുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാൻ പറ്റും. അവര് നേപ്പാൾ വിട്ടിട്ട് ഇന്ത്യയിൽ വന്ന് എറണാകുളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഈ എത്നിക് ഗ്രൂപ്പിന്റെ കോൺഫ്ലിക്റ്റിൽ കൂടെ പലതായിട്ടുള്ള ഒരു കോമൺ ഗോൾ ഉണ്ട്. അതായത് കോമൺ ഗോൾ എന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സുഖ സൗകര്യം എന്നുള്ളതായിരിക്കും അവരുടെ കാര്യം. ഫെയർ ആയിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ അവരുടെ വർക്കിന്, അതേമാതിരി തന്നെ അവരുടെ നെഗ്ലക്ട്, ഇതിന്റെ അവസാനമാകുമ്പോൾ ഇവർക്കൊരു നെഗ്ലക്റ്റും ഡിസ്ക്രിമിനേഷനും വരുന്നുണ്ട്. ഇനി ബോഡോ ട്രൈബ് ആസാമില് ഇതിൽ കോണ്ടസ്റ്റ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ബോഡോ ട്രൈബ് 6 വർഷം അജിറ്റേഷൻ നടത്തി ആസാമില്. ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഒരു ഫോർമേഷൻ കൊണ്ടുവരികയും അതിൽ കൂടെ ആസാം ഗണപരിഷത്ത് എന്നുള്ള ഒരു ഫോർമേഷൻ കൊണ്ടുവന്ന് അവര് ബോർഡേഴ്സിന്റെ ഡിമാൻഡ് ഗവൺമെന്റിനോട് ഡിമാൻഡ് ചെയ്യും. ഈ ലാർജർ എത്നിക് ഗ്രൂപ്പ് ഈ അജിറ്റേഷൻ കൊണ്ടുവരികയും അങ്ങനെ അവര് ഡിമാൻഡ് വന്നത് ബോഡോലാൻഡ് ഡിമാൻഡാണ്. ഈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ട് എക്സാമ്പിൾസ് ആയിട്ട് വേറെ കേസുകൾ പറയുകയാണെങ്കിൽ മേഘാലയ, ഈ 3 എത്നിക് ഗ്രൂപ്പുകൾ ഉണ്ട് അവിടെ. ട്രൈബൽസ് ഉണ്ട്, ഖാസീസ്, ഗറാവോസ് ആൻഡ് ജൈതാസ്. ഇവരുടെ പ്രിൻസിപ്പൽ എത്നിക് മെജോറിറ്റീസ് ആർ ബംഗാളീസ് ആണ്, നേപ്പാളീസ് ആണ്, ബീഹാരീസ് ആണ്, രാജസ്ഥാനിയാണ്, മാർവാഡീസ്. ഈ ഗ്രൂപ്പുകൾ എത്നിക് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് ഡിമാൻഡ് ചെയ്ത് ഒരു മേഘാലയ എന്നുള്ള ഒരു ഭാഗം സ്റ്റേറ്റ് ആക്കി, സ്റ്റേറ്റ് ഓഫ് മേഘാലയ ആസാമിൽ നിന്ന് ചുരണ്ടിയെടുത്ത് ഉള്ള വിധത്തിൽ ഫോർമേഷൻ വരുന്നു 1960. ഇതിന് ഈ പ്രിൻസിപ്പൽ റീസൺ എന്താന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോമൺ ഗ്രീവൻസ് മേക്കിംഗ് ആസാംസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇതിനെ നേരത്തെ റെസിസ്റ്റ് ചെയ്തിരുന്നു. അതിനെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് എത്നിക് ഹാർമണി കൊണ്ടിരിക്കാനാണ് അത് കൊണ്ടുവന്നത്. അതേസമയം ഫോർമേഷൻ ഓഫ് മേഘാലയ 1972 നടന്നു. അതിന്റെ റിലേഷൻഷിപ്പിലും ഗ്രൂപ്പിലും ഒക്കെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഡിഫെൻഡ് ചെയ്തു. അതിനുശേഷം ഇൻഡിജിനിയസ് ഗ്രൂപ്പിന്റെ 6ാമത്തെ ഷെഡ്യൂളിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അങ്ങനെ നോൺ ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസും പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ട് ഇതിനെ എത്നിക് ഗ്രൂപ്പിനെ ഉപയോഗിച്ചു എന്നർത്ഥം. കാശ്മീരിലും ജമ്മു കാശ്മീരില് ഓഗസ്റ്റ് 5-ാം തീയതി 2019 അതിനെ ഡിവൈഡ് ചെയ്യാണ്, യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് അതിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കുന്നു. ഇന്ത്യയുടെ ആർട്ടിക്കിൾ നമ്പർ 370 അതിന്റെ സ്പെഷ്യൽ സ്റ്റേറ്റ് കൊടുക്കുന്നു. അതുവരെ അത് ജമ്മു കാശ്മീർ ഒറ്റ സ്റ്റേറ്റ് ആയിട്ടുണ്ട്. അതിനെ മാറ്റി 3 റീജിയൻ ആക്കി മാറ്റി, ജമ്മു, കാശ്മീർ ആൻഡ് ലഡാക്ക്. ഈ ഡിവിഷന് ശേഷം 2 ജമ്മു ആൻഡ് കാശ്മീരിന് ഇൻക്ലൂഡ് ചെയ്തത് 2 യൂണിയൻ ടെറിട്ടറി ആക്കി. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ റീജിയൻസ് ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസിനെ മെജോറിറ്റി കമ്മ്യൂണിറ്റീസ് ആക്കി മാറ്റി. ലഡാക്കിന് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് സ്മോളർ നമ്പർ ഓഫ് മുസ്ലിംസ് അവിടെയുണ്ട്. അപ്പൊ ഈ എത്നിക് ഗ്രൂപ്പ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കും യൂണിയൻ ടെറിട്ടറി ആയി മാറുകയും ഈ പാറ്റേൺസ് ഗ്രൂപ്പ് അഡിക്വേറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിട്ട് മാറ്റി ജമ്മു ആൻഡ് കാശ്മീരിനെ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നു. ഫൗണ്ടേഷൻ നമ്മൾ എത്നിക് ആയിട്ടുള്ള ഈ ജമ്മു ആൻഡ് കാശ്മീരിനെ കൺവേർട്ട് ചെയ്ത് 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി അതിന്റെ ബേസിസിൽ റിലീജിയൻ, റീജിയൻ ആൻഡ് അതിലെ ഭേദത്തിൽ 2ആയിട്ട് മാറ്റും. ഇതിന് ഈ പൊളിറ്റിക്സിന് അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി ലഡാക്ക് എന്ന റീജിയനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജമ്മു റീജിയൻ എന്ന് 2 പാർട്ടായിട്ട് ഡിവിഷൻ ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുക ചെയ്ത്. അപ്പൊ നമ്മൾ ഇത് ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വിധത്തിലും പറഞ്ഞ് ഗ്രൂപ്പിന്റെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിലെ എത്നിക് ഗ്രൂപ്പിനെ അതിനെ നമ്മളുടെ രാഷ്ട്രീയവൽക്കരിക്കുകയും പൊളിറ്റിക്സിൽ അത് ഉപയോഗിക്കുകയും ചെയ്ത് സെവറൽ ഒക്കേഷൻസിൽ കൂടെ ഈ പൊളിറ്റിക്കൽ എംപവർമെന്റും എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും ഡെവലപ്മെന്റിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് നമ്മൾ പറയുന്നു. അതേമാതിരി തന്നെ ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നത് വയലൻസ് ഉണ്ട്. എത്തനിക് ഗ്രൂപ്പിന്റെയും പല ഗ്രൂപ്പിന്റെയും തമ്മിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ത്യൻ
ഇത് ഈ എത്നിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇത് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കാലഘട്ടങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഈ ഗ്രൂപ്പിന്റെ ഇതോടുകൂടി ഈ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ കാരണം എല്ലാ വിധത്തിലും ഗ്രൂപ്പ് ഐഡന്റിറ്റി ഫോർമേഷൻ മനസ്സിലാക്കണം എന്ന അർത്ഥം. അങ്ങനെ ഇത് നന്ദി, നമസ്കാരം.